ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു എ പട്ടാപ്പകൽ വീഡിയോ. പട്ടാപ്പകൽ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നട്ടപ്പാതിര വീഡിയോയുടെ വേറൊരു വേർഷൻ. സീക്രട്ട് ഏജൻറ്റ് യൂണിവേഴ്സിലേക്ക് ഇനിയൊരു ന്യൂ എഡീഷനാണ് പട്ടാപ്പകൽ വീഡിയോ. ബിക്കോസ് ഈ വീഡിയോ ഏകദേശം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആകുമ്പോഴത്തേക്ക് നേരം വെളുത്തിട്ടുണ്ടാവും. 3 മണി 4 മണിയൊക്കെ ആവുമായിരിക്കും. ഓട്ടവർ ഞാനങ്ങനെ സമയം നോക്കുന്ന ഒരാളൊന്നും അല്ലല്ലോ. വേദലക്ഷ്മി, ഓക്കെ, ബിഗ് ബോസിലുണ്ടായിരുന്ന കഴിഞ്ഞ സീസണിലെ വേദലക്ഷ്മി, നോറ മുസ്കാൻ, പിന്നെ ആദില നോറ, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടൻ്റാണിത്. വേദലക്ഷ്മി ആദില നോറയുടെ കൂടെ ഒരു ഫോട്ടോ അവരുടെ കൊളാബായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊരു പ്രോഗ്രാമിന് പോയ സമയത്ത് ഇതിൻ്റെ ഒരു വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു. പ്ലസ് ഈ ഒരു ഫോട്ടോ ഇത് ഞാനിവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. ഈ ഫോട്ടോൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്നാണ് സംഗതികളുടെ തുടക്കം വരുന്നത്. വേദലക്ഷ്മി ഫോട്ടോ ഇടുന്നു, ആദില നോറയായിട്ട് കൊളാബ് ചെയ്യുന്നു. ഈ ഒരു കൊളാബ് ചെയ്ത പോസ്റ്റിൻ്റെ അടിയിൽ നോറ മുസ്കാൻ നമ്മുടെ നോറത്ത കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കമൻ്റ് ഇടുന്നു, ലേശം ഉളുപ്പ്. ഓക്കെ, ബൈ ദ വേ ഒരു കാര്യം നോട്ട് ചെയ്യണം, ഈ ലേശം ഉളുപ്പ് എന്ന നോറയുടെ കമൻറ്റിനടിയിൽ ലക്ഷ്മിയുടെ കൂടെ കൊളാബ് ചെയ്ത ആദില നോറേനെ ചിരിക്കുന്ന സ്മൈൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ആ നോറ മുസ്കാൻ ഇട്ട ആ ഒരു കമൻറ്റ് അവർ എൻഡോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻഡോസ് ചെയ്തിട്ടുണ്ട്. റസ്മി ഭായി അതിനടിയിൽ കമൻ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നോറ മുസ്കാൻ ഇതേ പോസ്റ്റിനടിയിൽ ഈ പോസ്റ്റ് മോൻ കണ്ട പ്രശ്നമാവൂലായിരിക്കുമല്ലേ, അതായത് മകൻ, വേദലക്ഷ്മിയുടെ മകൻ ഈ പോസ്റ്റ് കണ്ടാൽ പ്രശ്നമാവില്ലായിരിക്കുമല്ലേ, ഇതൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ നോറ മുസ്കാൻ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനും കൂടി കഴിഞ്ഞതിന് ശേഷം അതിനടിയിൽ ഫോട്ടോ കൊളാബ് മാത്രമാണോ അതോ വീട്ടിൽ കയറ്റുമോ എന്നുള്ളൊരു ചോദ്യം കൂടി നോറ മുസ്കാൻ ചോദിക്കുന്നു. ഹൂ ആർ യു ഡെസ്പോ എന്ന് പറഞ്ഞുള്ളൊരു കമൻറ്റ് വേദലക്ഷ്മി തിരിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ സംഭവിച്ചത് ഒരു 2 ആഴ്ചകൾക്ക് മുമ്പാണ്. ഫോട്ടോ വരുന്നു, ഫോട്ടോനടിയിൽ നോറയുടെ 2-3 കമൻറ്റ് വരുന്നു. അതിന് വേദലക്ഷ്മി ഒരു മറുപടി കൊടുക്കുന്നു. നോറട്ട കമൻറ്റ് ആദില നോറ എൻഡോസ് ചെയ്യുന്നു. ഇതിന്ന് നോറ മുസ്കാൻ ചോദിച്ച ചോദ്യം ഒരു മോശപ്പെട്ട ചോദ്യമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തോ? ബിഗ് ബോസ് സീസൺ 7 എൻറ്റയർലി കണ്ട ആളുകൾ, ഈ സീസണിൽ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിച്ച വ്യക്തികൾ, ഇവർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമായിരിക്കും. വേദലക്ഷ്മി വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. വേദലക്ഷ്മിക്ക് ലെസ്ബിയൻ കപ്പിൾ എന്ന് പറഞ്ഞ ഈ ആദില നോർമയുടെ ആ ലെസ്ബിയൻ, അവർ ലെസ്ബിയൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്, ലെസ്ബിയൻ കപ്പിളാണ്. അത് LGBTQ അടക്കം ഇങ്ങനത്തെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളെയും അല്ലെങ്കിൽ LGBT കമ്മ്യൂണിറ്റിയെ കംപ്ലീറ്റ്ലി നോർമലൈസ് ചെയ്യുന്നതിൽ താല്പര്യമില്ല. എൻ്റെ മകനടക്കം കാണുന്ന ഇത്രയും വലിയ ഷോൻ്റെ അടുത്ത് LGBTQ കമ്മ്യൂണിറ്റിയെ നോർമലൈസ് ചെയ്യുന്നത് എന്തിന് എന്നുള്ള ചോദ്യം ചോദിച്ച് ഇല്ല എന്നും പറഞ്ഞ് നടന്ന ഒരാളാണ് ഈ വേദലക്ഷ്മി. അതേ വേദലക്ഷ്മി ആ ഷോയ്ക്കകത്തിരുന്നിട്ട് പറഞ്ഞ സ്റ്റാൻഡ് പലവട്ടം മാറ്റി പറഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതാണ്, അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. സോ അത് ചെയ്ത വേദലക്ഷ്മിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം എവിടെയൊക്കെ റീച്ച് ഉണ്ടോ അവിടെയൊക്കെ ബോബനും മോളിയത്തെയും പട്ടീനെ പോലെ ഒരു ഫ്രെയിമിനകത്തിൽ വേദലക്ഷ്മീനെ കണ്ടിട്ടുണ്ട് ഞാൻ. മനസ്സിലായോ? അത് 10 ലക്ഷത്തിൻ്റെ ചെക്ക് മറ്റേ അനീഷിന് കൊടുക്കാൻ പോയപ്പോൾ ആ ഫ്രെയിമിലും കണ്ടിട്ടുണ്ട്. ഇപ്പുറത്ത് വന്നിട്ട് മറ്റേ അനുമോളൊപ്പം കണ്ടിട്ടുണ്ട്. അങ്ങനെ പോണോടത്തും വരുന്നോടത്തും ഒക്കെ വേദലക്ഷ്മീനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വേദലക്ഷ്മി ആദില നോറയുടെ ഒപ്പം ഒരു ഫോട്ടോ കൊളാബ് ഇട്ടാലും ഇവർക്ക് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡ് ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഫോർ മീ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എതിരഭിപ്രായമോ അല്ലെങ്കിൽ എന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ അതോ പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം വേദലക്ഷ്മി അവരപ്പോൾ ഒരു ഫോട്ടോ കൊളാബ് ഇട്ടിട്ടുണ്ടെങ്കിൽ എഗെയിൻ നോറ ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആണ്, ഇവരെ വീട്ടിൽ കയറ്റുമോ? അപ്പോൾ വീണ്ടും വേദലക്ഷ്മി പറയും ഇല്ല. ഇത് മോൻ കാണൂലേ, ഇപ്പോൾ ഇത് നോർമലൈസ് ചെയ്യുന്നതല്ലേ? ബിക്കോസ് വാട്ട് ദേ റെപ്രസെൻറ്റ്, ഓക്കെ, നമ്മളൊക്കെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞ റേസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡിപ്ലോമാറ്റിക് ആയിട്ട് അങ്ങനെ പറയാം. ബട്ട് ആദില നോറ റെപ്രസെൻറ്റ്സ് വാട്ട്? ലെസ്ബിയൻ കപ്പിൾസ് ആണ് അവർ, ആ ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയാണ് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, LGBTQ കമ്മ്യൂണിറ്റിയാണ് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വന്തം പ്രൊഫൈലിൽ കൊളാബ് ഇട്ടിട്ട് ഞാൻ 2 മനുഷ്യരുടെ കൂടെ ഫോട്ടോ ഇട്ടു എന്ന് പറയുമ്പോഴും നിങ്ങളും ഇത് നോർമലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കണക്കാക്കുന്ന ആളുകളുണ്ടെങ്കിൽ
നിങ്ങളും ചെയ്യുന്നത് ഇത് നോർമലൈസ് ചെയ്യുന്നതല്ലേ എന്നുള്ള ചോദ്യം നിങ്ങളോട് തിരിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവുമോ? അപ്പോൾ നിങ്ങൾ പറയും ഞാൻ മനുഷ്യന്മാരപ്പാണ്, ഞാൻ മനുഷ്യന്മാരെ പോതിരെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ കാണേണ്ടിയിരുന്നു. ബിഗ് ബോസിൽ പറയേണ്ടിയിരുന്നു, അത് നിങ്ങൾ ചെയ്തില്ല. 2 ആഴ്ച മുന്നേ ഇത് സംഭവിച്ച് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് ഇവർ അന്ന് അവിടെ അത് നിർത്തിയില്ല. ഓക്കെ, ഈ പറഞ്ഞ നോറ അത് ചോദിച്ചിട്ട് പോയി. ആ ക്വസ്റ്റ്യൻ ചോദിച്ച് അതിനടിയിൽ 3 ക്വസ്റ്റ്യൻസ് ഇതേപോലെ നിരത്തിയിട്ടിട്ട് നോറയുടെ വഴിക്ക് പോയി. ഈ ലക്ഷ്മി എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിനൊരു റിപ്ലൈ വീഡിയോ, അതായത് ഇതൊക്കെ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് 36 റിപ്ലൈ വീഡിയോ ആയിട്ട് വരുന്നത്. ഫോർ മീ ആ റിപ്ലൈ വീഡിയോ തന്നെ ഇനി കുറച്ച് റീച്ച് കമ്മിയുണ്ട്, ഞാനൊന്ന് റീച്ച് ആയിക്കോളാം എന്ന് പറഞ്ഞ് വന്ന പോലെയാണ്. ഞാൻ ആ റീച്ച് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ നോക്കുമ്പോൾ വേറെ ആരും ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. എന്നാൽ എൻ്റെ വക ഫ്രീ ആയിട്ട് ലക്ഷ്മിക്ക് ഒരു റീച്ച് ഇരുന്നോട്ടെ. ഏത് മൂഡ്? റീച്ച് മൂഡ്. ഈ ഫോട്ടോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ പ്രശ്നമുള്ളവരുണ്ടോ? ഉണ്ടല്ലേ. ആരായി നോറ മുസ്കാൻ? നോറ, ദിസ് വീഡിയോ ഈസ് ഫോർ യു. റീസെന്റ് ഞാനൊരു മെന്റലിസം ഷോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട്. അതിൽ ബിഗ് ബോസിലെ കുറച്ച് കോ കണ്ടസ്റ്റൻസും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഷോ എല്ലാം കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം കണ്ട എന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ റെനയും ആദിലയൊക്കെ വ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു. ഈ വ്ലോഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊരു ഫ്രെയിമിൽ ഞാനും ആദിലയും കൂടെ ഒരു ഫ്രെയിമിൽ വരുന്നൊരു സംഭവം ഉണ്ട് ആ പോസ്റ്റിനകത്ത്. അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറേ മെസ്സേജസ് വരാൻ തുടങ്ങി. ഞങ്ങളെ ഒരേ ഫ്രെയിമിൽ കണ്ടതിന്റെ ബേസിസിലുള്ള മെസ്സേജസ് ആണ്. ഇത് കഴിഞ്ഞപ്പോ ഞാൻ ആദിലെ വിളിച്ചു. അപ്പൊ എന്റെ കയ്യില് ഫിനാലയുടെ സമയത്ത് ഞങ്ങൾ ക്യാരവാനിൽ വെച്ച് ഒരുമിച്ച് എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് പോസ്റ്റ് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോഴത്തേക്കും കൊളാബാക്കിടത്തിലെന്നും ആദില ചോദിച്ച് അങ്ങനെ ഞങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടി തന്നെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ആ പോസ്റ്റിന്റെ താഴെ ഞാൻ ആ കമന്റ്സിനെ ഈ മാവിന്റെ മുകളിൽ വളരാൻ ശ്രമിക്കുന്ന എത്തിക്കണ്ണികളില്ലേ അതുപോലെ കാണുന്നുള്ളൂ. കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു, ലൈക്ക് ലേശം ഉളുപ്പ്, ഈ പോസ്റ്റ് മോൻ കണ്ടാൽ പ്രശ്നമില്ലേ, ഫോട്ടോ കൊളാബ് മാത്രമേ ഉള്ളൂ, വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലേ, അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തന്നോട് പറയാനുള്ളത്, ഐഡിയോളജിക്കൽ ഡിസഗ്രിമെന്റ്സ് ഉള്ളവര് ഒരിക്കലും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറരുതെന്നോ ഒരു ഫോട്ടോയ്ക്ക് ഒരുമിച്ച് പോസ് ചെയ്യരുതെന്നോ പറയാൻ പറ്റത്തില്ല. വ്യത്യസ്ത നിലപാടുള്ളവർക്കും എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് ചിലപ്പോൾ ചില ജീവിത രീതികളോടോ ബന്ധങ്ങളോടോ യോജിച്ചു പോകാൻ കഴിയണമെന്നില്ല. അത് അവർ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യം, ജീവിത പശ്ചാത്തലം, വിശ്വാസങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളുടെ ബേസിസിലായിരിക്കാം. അതൊരിക്കലും വേറൊരാളെ അപമാനിക്കലല്ല, ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതാ. ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ സ്പേസ് എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനുള്ള ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ? എനിക്ക് ആദിലെടുത്തോ നൂറെടുത്തോ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമില്ല. കാരണം ഹ്യൂമൻ ബീങ്സ് എന്നുള്ള രീതിയിൽ ഞാൻ അവരെ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ ആക്സെപ്റ്റൻസ് ആവശ്യപ്പെടുന്നതും റെസ്പെക്ട് പുലർത്തുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഒരാളോട് ആശയപരമായിട്ടും അവരുടെ രീതികളോടും നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ആസ് ഹ്യൂമൻ ബീങ്സ് അവർക്ക് നമുക്ക് കംപ്ലീറ്റ് റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെ പെരുമാറാൻ പറ്റും. ഒരാൾക്ക് മറ്റൊരാളോട് സംസാരിക്കാം, ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാം, ഒരുമിച്ച് ഫോട്ടോ എടുക്കാം, ഒരേ വേദി പങ്കിടാം, ഇൻസോംനിയ എന്നുള്ളൊരു മെന്റലിസ്റ്റിന്റെ ഷോ നമുക്ക് അറ്റൻഡ് ചെയ്യാം ഒരുമിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗിൽ ഒരുമിച്ച് തല കാണിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ വിശ്വാസങ്ങള് ലൈക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് വ്യത്യസ്തമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അത് ബൗണ്ടറി പ്ലസ് സിവിലിറ്റി എന്ന് പറയും. എന്താ വെച്ചാൽ അതിലെടുത്ത് ഞാൻ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്റെ നിലപാട് ഞാൻ മാറ്റിയെന്നല്ല, ഒരു സാമൂഹിക പരിഗണന, ആ ഒരു മര്യാദ ഞാൻ അത് കൊടുക്കുന്നതിന്റെ ഒരു പ്രതിഫലനമാണ്. സോ നോറ, എനിക്കും ആദിലയ്ക്കും ഇല്ലാത്ത പ്രശ്നം തനിക്ക് ഈ കാര്യത്തിൽ വേണ്ട. സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ. സ്നേഹം പറത്താം. ആ വീഡിയോൻ്റെ ഒരു ബിൽഡപ്പ് കാണുമ്പോൾ തന്നെ അറിയാലോ അതെന്നെ കോപ്പി പേസ്റ്റ് കട്ട് കോപ്പി അടിച്ചതാണെന്നുള്ളത്. ട്രൈക്ക് എങ്ങനെ സഹിക്കുന്ന അറിയാം അതൊക്കെ, ഇങ്ങനത്തെ കോപ്പി പേസ്റ്റുകളൊക്കെ. അതടക്കട്ടെ. ഇതിലിപ്പോൾ ലക്ഷ്മി പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. അതായത് ഹ്യൂമൻ ബീങ് ആയിട്ട് കണ്ടൂടെ, ഫോട്ടോ എടുത്തൂടെ, പോസ്റ്റ് ചെയ്തൂടെ, എല്ലാം ആവും. ലക്ഷ്മി എല്ലാം ചെയ്യാം. ഓക്കെ, ലക്ഷ്മി പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. 2 മനുഷ്യന്മാരാണ് എന്നുള്ള രീതിയിൽ കണ്ട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാം. ഐഡിയോളജിയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതായിരിക്കില്ല ബാക്കിയുള്ളവരുടെ വിശ്വാസങ്ങളും, അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന നമ്മളുടേതായിട്ടുള്ളൊരു പേഴ്സണൽ എന്താ പറയുക കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചില സാധനങ്ങളൊന്നും നമ്മൾ ഇഷ്ടപ്പെടും, ചിലതൊന്നും നമ്മൾ ഇഷ്ടപ്പെടില്ല. ചില ആളുകൾക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അവർക്ക് ഇഷ്ടപ്പെടാം. നമ്മൾ ജീവിക്കുന്ന ഒരു രീതിയിലായിരിക്കില്ല ബാക്കിയുള്ളവർ ജീവിക്കുന്നത്. അങ്ങനെ പല പല പ്രിഫറൻസ്, നമ്മുടെ ഇഷ്ടം നമ്മുടെ പ്രിഫറൻസ്, അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ.
ഇതൊക്കെ വെച്ച് ഇക്വേറ്റ് ചെയ്താലും ഒരാളെ മനുഷ്യനായിട്ട് കാണാം എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. പക്ഷെ ലക്ഷ്മി ഇത്രയൊക്കെ പറയുമ്പോഴും ഓക്കെ, നോറ ഇട്ട പോസ്റ്റിനുള്ള റിപ്ലൈയിൽ ലക്ഷ്മി പറയുന്നത് എന്താ, മനുഷ്യനായിട്ട് കണ്ടു, മനുഷ്യന്മാരായിട്ട് കണ്ടു എന്നുള്ളതാണ് എടുത്തെടുത്ത് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഐഡിയോളജിയിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും മനുഷ്യർ എന്ന് പറഞ്ഞ കൺസിഡറേഷൻ, സൊസൈറ്റിയിൽ മനുഷ്യർ എന്ന് പറഞ്ഞ കൺസിഡറേഷനിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈനിൽ സാധനങ്ങൾ വെച്ചു എന്ന് പറയുന്ന ലക്ഷ്മി, ഈ പറഞ്ഞ ഇത്രയും വലിയ ഷോവിനകത്ത് ലാലേട്ടനോട് ഇല്ല എന്നും പറഞ്ഞ് ലെസ്ബിയൻ LGBTQ കമ്മ്യൂണിറ്റിയെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ ലക്ഷ്മി എന്താണ് അപ്പോൾ ആ ഷോവിനകത്ത് ഉദ്ദേശിച്ചത്? ആ ഷോ നടത്തുന്ന ആളുകളെ വരെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് നിങ്ങളന്ന് സംസാരിച്ചത്. ആ ഷോവിനകത്ത് ആദില നൂറ വന്നത് എന്തിനാ? കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത്, അല്ലെങ്കിൽ അവർ ലെസ്ബിയൻ കപ്പിൾസാണ്, അവരുടെ സ്ട്രഗിളാണ്, ആ സ്ട്രഗിൾ അവർ സർവൈവ് ചെയ്തു, ആ സർവൈവലിൻ്റെ ഫൈനസ്റ്റ് ഫോമിലാണ് ഞങ്ങൾ ഈ ബിഗ് ബോസിൽ വന്ന് നിൽക്കുന്നത്, ഞങ്ങളുടെ സ്ട്രഗിളിൻ്റെ സക്സസ് ആണ് ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോം എന്നുള്ളത് പ്രൊജക്റ്റ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. മനസ്സിലായോ? അവരത് നോർമലൈസ് ചെയ്യാൻ വന്ന ആൾക്കാർ. ഇനി ഒരു ഇതേപോലത്തെ ലെസ്ബിയൻ കപ്പിൾസ് സൊസൈറ്റിയിൽ നിന്ന് ഇത്രത്തോളം റിജക്ഷൻ ഫേസ് ചെയ്യരുത്, ഇത്രത്തോളം ഹരാസ്മെൻറ്റ് ഫേസ് ചെയ്യരുത്, ബുള്ളിങ് ഫേസ് ചെയ്യരുത് എന്ന് പറഞ്ഞ് വന്ന രണ്ട് മനുഷ്യരെ ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നോർമലൈസ് ചെയ്യരുത്, ഞാൻ വീട്ടിൽ കയറ്റില്ല, ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഹരാസ് ചെയ്ത് വിട്ടു. അന്ന് നിങ്ങൾക്ക് ഇവർ മനുഷ്യരല്ലേ? അന്ന് നിങ്ങൾക്ക് 2 ജെൻഡർ സ്ക്വാഡ് പോലത്തെ ആ ടീമിൻ്റെ സപ്പോർട്ടിന് വേണ്ടി നിങ്ങൾ അന്ന് ആ 2 മനുഷ്യരെ വേദനിപ്പിച്ചു വിട്ടു. ഇന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ റീച്ചിന് വേണ്ടി ഈ ആശയം ഈക്വൽ ടു അന്നനാളം എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അത് നിങ്ങൾക്കില്ല. കാരണം ആശയം വെച്ചാൽ അന്നനാളത്തേക്ക് പോകില്ല. അപ്പോൾ റീച്ച് വേണം. അപ്പോൾ ആശയം വെട്ടിയിട്ട് ആശയം ഒരു സൈഡിലാക്കി അന്നനാളത്തേക്ക് മാത്രമാക്കി. അതാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. നോറ മുസ്കാൻ ഇട്ട ഓരോ കമൻറ്റിനകത്തും ആ ചോദ്യമാണുള്ളത്. വേദലക്ഷ്മി എന്തുകൊണ്ട് ഇപ്പോൾ ഇവരുടെ ഒപ്പം ഫോട്ടോ ഇട്ടു എന്നുള്ള ചോദ്യം വേദലക്ഷ്മിക്ക് വരുന്നുണ്ടെങ്കിൽ അത് വളരെ നോർമലായിട്ട് ആളുകൾക്ക് 2 മനുഷ്യന്മാരുടെ കൂടെ എടുത്ത ഫോട്ടോ അല്ലെങ്കിൽ ഒരു കപ്പിളിൻ്റെ, അങ്ങനെയല്ല. നിങ്ങൾ നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് അവരുടെ സ്ട്രഗിളുകൾ ആളുകളെ കാണിക്കാൻ വേണ്ടി, അവരുടെ വിസിബിലിറ്റിക്ക് വേണ്ടി, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു ഷോയുടെ ഭാഗമായിട്ട് വന്ന 2 പേരെ നിങ്ങൾ അന്ന് അവിടെ ഇട്ടിട്ട് നോർമലൈസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് നിങ്ങളെ മകൻ കാണില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നത് തെറ്റാണോ? ഇപ്പം ഇത് നോർമലൈസ് ചെയ്യുന്നത് നിങ്ങളല്ലേ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണോ? അപ്പം അവിടെ മനുഷ്യന്മാർ കയറി വന്നു. അപ്പോഴത്തേക്കും ആദിലി നോറയും മനുഷ്യനായി അല്ലേ? ആദിലി നോറയുടെയും മാന്യതയാണ് വേദലക്ഷ്മി ആ ഫോട്ടോ കൊളാബ് ചെയ്തിട്ടെന്ന് ചോദിച്ചപ്പോൾ കൊളാബ് ചെയ്തു എന്ന് പറഞ്ഞത്. മനസ്സിലായോ? ആ മാന്യത അവർ കാണിച്ചു. പക്ഷേ അവർക്ക് ചോദിക്കാനുള്ള ചോദ്യം കൂടിയാണ് നോറ മുസ്കാൻ ചോദിച്ചത് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ആ കമൻറ്റ്, ആ ഒരു സ്മൈലി കമൻ്റ് ഇട്ട്. വേദലക്ഷ്മി പറഞ്ഞല്ലോ എനിക്ക് കുഴപ്പമില്ല, ആദില നോറയ്ക്ക് കുഴപ്പമില്ല. ആദില നോറയ്ക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ആദില നോറ നൈസായിട്ട് അപ്പുറത്ത് പോയിട്ട് നോറയ്ക്ക് കമൻ്റ് ഇല്ലല്ലോ തിരിച്ച് 2 സ്മൈലി ഇടുമോ? അപ്പോൾ ആദില നോറ എന്താ ചെയ്തത്? നമ്മളെക്കുറിച്ച് ഇത്രയും, അത് അവരുടെ സക്സസ് ആണ്. നിങ്ങൾ അവരപ്പോൾ ഒരു ഫോട്ടോ കൊളാബ് ഇടുന്നത് അവരുടെ സക്സസ് ആണത്. ഇല്ല എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല, ലെസ്ബിയനിസം അല്ലെങ്കിൽ LGBT കമ്മ്യൂണിറ്റിയുടെ വിസിബിലിറ്റി കുറയണം, നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരായിട്ട് ഫോട്ടോ കൊളാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദെയർ സക്സസ്. അത് ഈ ഏതൊരു നടൻ, എനിക്ക് തോന്നുന്നു ആസിഫ് അലി പറയുന്നത് വന്നത്, നമ്മളോട് ഇനി എത്ര ചെയ്ത ആൾക്കാരാണെങ്കിലും നാളെ വന്ന് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചിരിച്ചതം കണ്ട് ഇതാക്കണം. ആ ചിരിച്ചാക്കലാണ് ഇപ്പോൾ കണ്ടത്. എന്നിട്ട് വന്നിരുന്നിട്ട് സ്നേഹം പറക്കട്ടെ എന്നും പറഞ്ഞ് വലിയ മനുഷ്യത്വത്തിൻ്റെയും മനുഷ്യന്മാരുടെയും ഡയലോഗ് പറഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ നോറ ഏറ്റവും ലാസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ വിട്ടിരുന്നു. നാണോ മാനോ ഉളുപ്പില്ലേ എന്നുള്ളത്. അത്രേ ചോദിക്കാനുള്ളൂ. ഇത്രയൊക്കെ കോലാഹലം ബിഗ് ബോസിനകത്ത് ഉണ്ടാക്കി പുറത്തിറങ്ങി ഇൻ്റർവ്യൂവിൽ ഇതൊക്കെ വിളിച്ചു പറഞ്ഞു. ഇപ്പോഴും 2 സ്റ്റാൻഡിലാണ്. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, എനിക്ക് നോർമലൈസ് ചെയ്യുന്നത് ഇഷ്ടമല്ല, എനിക്ക് അങ്ങനത്തെ കമ്മ്യൂണിറ്റികളെ നോർമലൈസ് ചെയ്യുന്നത് പറ്റാത്തത് കൊണ്ട് ഞാൻ അവരായിട്ട് ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ അവരെ കാണുന്നു, പോകുന്നു, ഇരിക്കുന്നു, വരുന്നു. ഞാൻ നോർമലൈസ് ചെയ്യാൻ എൻ്റെ പ്രൊഫൈലിലൂടെ ഞാൻ ചെയ്യില്ല. അപ്പോൾ ഇതിപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് ആ ഷോൻ്റെ ആൾക്കാരെ ചോദ്യം ചെയ്യപ്പോൾ എന്തേ ലക്ഷ്മി അവരെ ചോദ്യം ചെയ്തു, ലക്ഷ്മിയെ നാട്ടുകാർ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നോറ മുസ്കാൻ ചോദ്യം ചെയ്യുന്നു.
അപ്പോൾ അത് എടുക്കാൻ പറ്റില്ല. അതിന് ടൈം എടുത്ത് കുറച്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് പിന്നെ ഒന്ന് കുറച്ച് താഴെ പോയി റീച്ച് ചെയ്ത് കണ്ടപ്പം എല്ലാം നൈസായിട്ട് പരത്തിയിരുന്ന് സംസാരിച്ച് പോന്നു. ഇനി നോറയ്ക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു, നോറയോട് എനിക്ക് ഇതിന് റിപ്ലൈ കൊടുക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ പ്രൊഫൈലിൽ എനിക്ക് എടുക്കാൻ താല്പര്യമില്ല സായി ബ്രോ, ഞാൻ എന്തിനാ ഇടുന്നുണ്ട്, എനിക്ക് ഇടാൻ താല്പര്യമില്ല. വേണമെങ്കിൽ ഞാൻ ഇങ്ങൾക്കൊരു വോയിസ് അയച്ചു തരാം, എനിക്കിതിൽ എന്താ വിഷയത്തിൽ സംസാരിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വോയിസ് നോറ അയച്ചു തന്നു. ചേട്ടാ, ഞാൻ എന്തായാലും ഇത് റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല. വേദലക്ഷ്മിൻ്റെ ലാസ്റ്റത്തെ ഒരു 10-20 റീൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ റീച്ച് എടുത്താൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് എന്നുള്ളത്. അത് വെൽ സ്ക്രിപ്റ്റഡ് ആണെന്നും ഇറ്റ്സ് സോ വിസിബിൾ. പിന്നെ ഇത് ഇങ്ങനെ ഇനി റിയാക്ട് ചെയ്ത് കുത്തിരിക്കാൻ എൻ്റെ അടുത്ത് ടൈമില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അൺനെസസറി ആയിട്ട് ആദിലാനൂറൊക്കെ ഒരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവർ അത്രയും അവരുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ലെറ്റ് ദം എൻജോയ്. പിന്നെ ഇങ്ങനത്തെ ഈ സോഷ്യൽ മീഡിയ സ്റ്റൺസിനൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. 10-20 ദിവസം മുമ്പ് കഴിഞ്ഞ വിഷയമാണ്. അതിപ്പോഴും പിന്നെയും കുത്തിപ്പോക്കി വന്നത്. വേദലക്ഷ്മിക്ക് അത്രയും റീച്ച് കുറവുണ്ട്. പിന്നെ ഓരോ സമയത്ത് ഇപ്പോൾ ബിബിന്ന് ഇറങ്ങിയിട്ട് തന്നെ അനുമോക്ക് ഫസ്റ്റ് ഒരു സപ്പോർട്ട് കണ്ടപ്പോൾ ഓളെ കൂടെ കുറച്ച് ഡേയ്സ്, പിന്നെ അനീഷിനാണ് സപ്പോർട്ട് കണ്ടപ്പോൾ അവിടെ കുറച്ച് ഡേയ്സ്, പിന്നെ ആദില നൂറിൻ്റെ സപ്പോർട്ട് കണ്ടപ്പോൾ കൊളാബ് ഇടട്ടെ എന്ന് വിളിച്ച് ചോദിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദാ ഈ ഒരു ടോപ്പിക്ക്. ലൈക്ക് ഇറ്റ്സ് സോ വിസിബിൾ. അവർക്ക് റീച്ച് വേണം. ബിഗ് ബോസിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നും ആയില്ല, ഇറങ്ങി വന്നിട്ട് ഒന്നും ആയിട്ടില്ല. ഇനി ഞാൻ കാരണം കുറച്ച് വ്യൂസ് കിട്ടുകയാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ റിയാക്ട് ചെയ്യാൻ പോകുന്നൊന്നുമില്ല. ഇനിയും അവർക്ക് വീഡിയോ ഇടണമെങ്കിൽ ഇടട്ടെ. ഇനി ചിലപ്പോൾ 10-40 ദിവസം കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റൊക്കെ എഴുതി ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇനിയൊരു വീഡിയോ ഇടായിരിക്കും. ഇന്നത് ബാധിക്കുന്നില്ല. അവർക്ക് ഇടണമെങ്കിൽ അവരിടട്ടെ. എൻ്റെ ക്വസ്റ്റ്യൻ വെരി ക്ലിയർ ചെയ്യുന്നു. അവർ പറഞ്ഞതാണ് ഓരോ മോന് കണ്ടാൽ പ്രശ്നമാവും അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഓരോ മോന് കണ്ടാൽ പ്രശ്നമല്ലേ ചോദിച്ചതിന് അവർക്കത് ക്ലിയർ ചെയ്ത് പറഞ്ഞാൽ മതി പ്രശ്നമുണ്ടോ ഇല്ലയെന്ന്. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ ഇവരൊരുമിച്ച് ഫോട്ടോ ഇട്ടതിലൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല. അവർ നന്നാവണം തന്നെയാണ് എൻ്റെ മനസ്സിലും. ആദിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നാണ്. കാരണം അവരെത്ര നല്ല ഗുഡ് സോൾസ് എന്നുള്ളത് എനിക്കറിയാം. അവരത് അക്സെപ്റ്റ് ചെയ്യട്ടെ, അത്രയേ ഉള്ളൂ. ഇതാണ് നോറ മുസ്കാൻ എനിക്ക് പേഴ്സണലി അയച്ചു തന്നു. ഞാനിത് പോസ്റ്റ് ചെയ്യട്ടെ നോറ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടാ പോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നിട്ടുള്ള വോയിസ് ക്ലിയർ ആണ് മക്കളെ. നോറ ചോദിച്ച ചോദ്യം പിച്ച് പെർഫെക്റ്റ് ആണ്, മനസ്സിലായോ? ഇത് പി ആർ വർക്ക് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം LGBTQ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു തരം ഫ്രീ PR ഉണ്ട്. അത് ഈ 2 ജെൻഡർ സ്ക്വാഡ് അടക്കമുള്ളവർ കൊടുക്കുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള PR ഉണ്ട്. അത് ഓബിയസ്ലി ലക്ഷ്മിയുടെ കമൻറ്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് കാണാം. പിന്നെ ഇപ്പോഴും ഈ കമ്മ്യൂണിറ്റിയെ ഹേറ്റ് ചെയ്യുന്ന വലിയൊരു മെജോറിറ്റി, ലാർജ് മെജോറിറ്റി ഇവിടെ സൊസൈറ്റിയിലുണ്ട്. അവർ വീണ്ടും ആ ഒരു ഹേറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ പോകുന്നത് കാണാം. അതാണ് അതിൻ്റെ വിസിബിളായിട്ട് കാണുന്നത്. ഈ ആദില നോറ ഒപ്പം ഫോട്ടോ ഇട്ട് വേദലക്ഷ്മിയുടെ മകൻ ചോദിക്കുകയാണ്, മമ്മി ഹൂ ഈസ് ദാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 മനുഷ്യ കുട്ടികളാണ് എന്ന് ലക്ഷ്മി പറഞ്ഞു കൊടുക്കുമായിരിക്കും. കാരണം ലക്ഷ്മിക്ക് അവർ ലെസ്ബിയൻ കപ്പിൾസ് ആണെന്നോ എന്താണ് ലെസ്ബിയൻ എന്നുള്ളതോ അങ്ങനെ കുട്ടികളുടെ മുന്നിൽ വിസിബിളായിട്ട് ഇങ്ങനെ കാണിക്കാനോ പറയാനോ പാടില്ലാത്തൊരു കാര്യമായിട്ടാണല്ലോ ലക്ഷ്മി ബിഗ് ബോസിൽ പറഞ്ഞത്. നോർമലൈസ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പം ആ ചോദ്യത്തിൽ എന്താ തെറ്റ്? അതിനിങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് ഇട്ട് വന്നിരുന്നിട്ട് അപ്പോൾ അതിൻ്റെ റീച്ച് തന്നെ ഉള്ളേ അതിൻ്റെ ആവശ്യം ആണോ? അല്ലേ? എനിക്കും റീച്ചാണ്, ഈ പറഞ്ഞ ലക്ഷ്മിക്കും റീച്ചാണ് ആവശ്യം, എല്ലാവർക്കും റീച്ചാണ് ആവശ്യം. റീച്ച് മുഖ്യം ബിഗിലേ, റീച്ച് ഈക്വൽ ടു അന്നനാളം അരി എന്നാണ്. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ ഐഡിയോളജി അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ആശയങ്ങൾ അതൊക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി വെക്കേണ്ട കാര്യങ്ങളല്ലേ. അല്ലാതെ അപ്പം കാണുമ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞിട്ടും ചെയ്തിട്ടും വല്ല കാര്യമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഭയങ്കരമായിട്ട് ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയെ ഹെയ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്കെതിരെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ നടക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ലക്ഷ്മിയെ കുട്ടിയെടുത്ത് ആഘോഷിച്ച് വിടും. മനസ്സിലായോ? അങ്ങനെയുള്ള ആഘോഷിക്കലൊക്കെ കമൻറ്റ് ബോക്സിനകത്ത് ഞങ്ങൾ ഇതിനു മുമ്പ് ലക്ഷ്മിക്ക് ഇട്ട് തിരിച്ചടി കിട്ടുന്നതാണ് കണ്ടിട്ടുള്ളത്. കാരണം ഇല്ലയെന്ന് ലാലേട്ടനോട് പറഞ്ഞ് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് അതിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ ആഘോഷിക്കുന്നതിന് മുമ്പ് ഇതേ വേദലക്ഷ്മി അവിടെ കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞപ്പോൾ ഇതേ 2 ജെൻഡർ സ്ക്വാഡിലുള്ളവരടക്കം വേദലക്ഷ്മിയെ തിരിച്ചടിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടത്. ആൻഡ് നോറയ്ക്ക് ചോദിക്കുകയാണ് ഈ ചോദ്യം. നോറ ഓക്കെ ഒരു പ്രീവിയസ് എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് എന്ന നിലയ്ക്ക് മാത്രമല്ല ചോദിച്ചത്. എൻറ്റയർ സീസൺ നോറയുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട്, റിവ്യൂ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ കഴിഞ്ഞ സീസൺ മൊത്തം. സോ ആ റിവ്യൂ പറഞ്ഞ പെർസ്പെക്റ്റീവിൽ അവർക്ക് ചോദിച്ചുകൂടെ?
ചോദിച്ച ചോദ്യത്തിന് ഒരു തെറ്റുണ്ടോ എന്ന് നിങ്ങളൊന്ന് പറ. എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറ. എൻ്റെ പ്രേക്ഷകരിൽ എനിക്ക് അത്രയും വിശ്വാസം. നിങ്ങളൊന്ന് പറ ആ ചോദിച്ച ചോദ്യത്തിന്. കാരണം മൾട്ടി സ്റ്റാൻഡ് അല്ലേ ഈ ലേഡി, സൂപ്പർ സ്റ്റാൻഡ് മൾട്ടി സ്റ്റാൻഡാണ് ഈ ലേഡി വേദലക്ഷ്മി. അപ്പോൾ അവർ നോർമലൈസ് ചെയ്യരുതെന്ന് അവർ ബാക്കിയുള്ളവരോട് പറഞ്ഞ് അതൊന്നും ഇല്ലാതെന്ന് പറഞ്ഞ് കയ്യടിയും മേടിച്ച് വോട്ടും മേടിച്ച് പോയിട്ട് ഇപ്പോൾ ദാ വന്നിരുന്നിട്ട് ഫോട്ടോ ഇട്ടിട്ട് മനുഷ്യരല്ലേ. എടേ അവരെ മനുഷ്യരായിട്ട് ആദ്യം കാണേണ്ടിയിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പം പിന്നെ ഇപ്പോൾ വന്ന് മനുഷ്യരല്ലേ എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ്? അതോ ഇനി നിങ്ങൾ മാറി അത് ആക്സെപ്റ്റ് ചെയ്യണം? ആ വീഡിയോയിൽ എവിടെയും നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങളിപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഐഡിയോളജി ആയിട്ടിരിക്കും. ഒരു സ്ഥലത്ത് പോയാൽ ഞങ്ങൾ കാണും വർത്താനം. നിങ്ങൾ പറഞ്ഞ വേറൊരു സ്ക്രിപ്റ്റിന് വലിയൊരു തുടക്കമുണ്ട്. ബ്ലോഗിനകത്ത് കണ്ടത് കൊണ്ട് കുറേ പേര് ചോദിച്ചത് കൊണ്ട് ഫോട്ടോ ഇട്ടു. അല്ല, ഈ വേദലക്ഷ്മിയുടെ ഒരു ക്യാരക്ടർ, വേദലക്ഷ്മിൻ്റെ പോർട്രേറ്റ് ചെയ്യുന്നതും പ്രൊജക്റ്റ് ചെയ്യുന്നതും എന്താ? സ്റ്റബേൺ ലേഡി. ആര് പറഞ്ഞാലും എന്ത് ചോദ്യം വന്നാലും അനങ്ങാപ്പാറ പോലെ നിന്ന് ഇല്ല എന്ന് പറയുന്ന സ്ട്രോങ് വുമൻ. ഈ ആദില നോറയുടെ ആ പറഞ്ഞ വ്ളോഗിനകത്ത് എവിടെയോ ഒരു പോർഷനകത്ത് നിങ്ങളെ രണ്ടുപേരും കണ്ടതിന് ഒരു 4 ആൾ കമൻറ്റ് ഇട്ടതിനാണോ റിപ്ലൈ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇട്ടിട്ട് വന്നേ? അത് നോറ മുസ്കാൻ. ഈ സ്ട്രോങ് ലേഡി അപ്പോൾ അലിഞ്ഞു പോയോ ആ 4 കമൻറ്റിന് മുകളിൽ? 4 ചോദ്യം വന്നപ്പോൾ ആ ചോദ്യം വന്നപ്പോൾ അലിഞ്ഞു പോയിട്ടൊരു ഫോട്ടോ ഇട്ടു. എന്തുവാണ് ഇതൊക്കെ? തിന്നണവന് മനസ്സിലാവുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മനസ്സിലായോ? അതൊരു തെറ്റല്ല. റീച്ചിന് വേണ്ടിയിട്ടാണ്. ഞാനൊക്കെ പറഞ്ഞു റീച്ചിന് വേണ്ടിയിട്ടാണ് വീഡിയോസ് ഇടുന്നത്. റീച്ചിൽ നിന്ന് പൈസ ഉണ്ടാക്കണം, അതിന് തന്നെ വീഡിയോസ് ഇടുന്നത്. ആ പറയുന്നതിൽ കുറച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ശ്രമിക്കും. ദാറ്റ്സ് ഇറ്റ്. അതാണ് എൻ്റെ കമ്മിറ്റ്മെൻറ്റ്. ഇപ്പം എന്താണെങ്കിലും സ്നേഹം പാറി പറക്കണം, നീ പറപ്പിക്കും. അപ്പോൾ ഇതാണ് ആ വിഷയം. എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞല്ലോ. നോറ മുസ്കാൻ ചോദിച്ച ചോദ്യങ്ങൾ വളരെ പിച്ച് പെർഫെക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ വർഷം BB7 കണ്ട ഏതൊരാളും ലക്ഷ്മിയോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും. മനസ്സിലെങ്കിലും വിചാരിക്കും ഇവളോട് ഈ ചോദ്യം ചോദിക്കണമല്ലോ എന്ന്. അത് നോറ നേരിട്ട് പോയി ചോദിച്ചു. ചേച്ചിക്ക് ഉത്തരമല്ല. 10-20 ദിവസം കഴിഞ്ഞിട്ട് ഉത്തരം കണ്ടുപിടിച്ച് വന്നിരിക്കുക. ആദില നോറ മനുഷ്യന്മാരാണ്, ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു വേദലക്ഷ്മി ആദില നോറ മനുഷ്യന്മാരാന്നുള്ളത്. പുതിയ കണ്ടുപിടുത്തായിപ്പോയി. ഞങ്ങളൊക്കെ ഇത്ര റോബോട്ടാണ് രണ്ടാളെന്നാണ് വിചാരിച്ചത്.